നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകരയിൽ ഒരു 9 വയസ്സുകാരിയെ കാറിടിപ്പിച്ച ശേഷം മുങ്ങിയ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ കാറിടിച്ചതിന് ശേഷം അങ്ങ് ഇവിടെ നിന്ന് രാജ്യം വിടുകയാണ് പ്രതി ചെയ്തത്. പക്ഷേ ആ കുട്ടി ആ വാഹനമിടിച്ച ആ ദിവസം മുതൽ ഇതുവരെയായിട്ടും കോമ സ്റ്റേജിലാണ് കഴിയുന്നത്. കുറേ കാലം പോലീസ് കേസ് അന്വേഷിച്ചു, പക്ഷേ യാതൊരു തെളിവും കിട്ടിയില്ല. വീണ്ടും ഇത് ആരും അറിയാതെ തന്നെ ഈ കേസ് അങ്ങ് പോവുകയായിരുന്നു. പക്ഷെ അതിനിടയിലാണ് കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് അടക്കം നേരിട്ട് പരാതി നൽകുകയും വീണ്ടും കേസ് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് പ്രതിയെ പിടികൂടിയത്. പക്ഷെ പ്രതി വിദേശത്തേക്ക് കടന്നിരുന്നു. ഏതായാലും ഇപ്പോൾ അപകടത്തിൽ അന്ന് മുങ്ങിയ പ്രതി പിടിയിലായിരിക്കുകയാണ്. വടകര സ്വദേശിനി ദൃഷാനയെ അപകടത്തിലാക്കിയ പുരമേരി സ്വദേശി ഷെജിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ മുൻപ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പ്രതിയെ വടകര പോലീസിന് കൈമാറും. ദൃഷാനയെ കോമയിലാക്കി അപകടം നടന്നിട്ട് 1 വർഷം കഴിയാനിരിക്കെയാണ് ഷെജിൽ പിടിയിലാകുന്നത്. ദൃശ്യാന 1 വർഷത്തിലേറെയായി കോമയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത കേസിൽ കാർ ഓടിച്ച പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഷെജിലിനെയാണ് കോയമ്പത്തൂരിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അപകടത്തിന് ശേഷം ഇൻഷുറൻസ് തുകയും തട്ടി വിദേശത്തേക്ക് കടന്ന ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയിരുന്നു. ഡിസംബറിൽ ഇയാളുടെ മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിക്കായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. പ്രതി വിദേശത്തു നിന്ന് നാട്ടിലേക്ക് മടങ്ങിയതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് എന്നാണ് വിവരം. ഇയാൾ വരുന്ന വിവരം പോലീസും മനസ്സിലാക്കിയിരുന്നു. രഹസ്യമായി വരാൻ വേണ്ടിയാണ് ഷെജിൻ കോയമ്പത്തൂരിൽ വിമാനമിറങ്ങിയത്. അതും ഗുണമുണ്ടാക്കിയില്ല. വാഹനമിടിച്ച് തലശ്ശേരി പന്ന്യന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന 62-കാരിയായ പുത്തലത്ത് ബേബി മരിക്കുകയും പേരക്കുട്ടി ദൃഷാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്തിരുന്നു. 9 മാസത്തിന് ശേഷമാണ് ഷെജിലിന്റെ കാറാണ് ഇരുവരെയും ഇടിച്ച് നിർത്താതെ പോയതെന്ന് കണ്ടെത്താനായത്. കോമയിൽ കഴിയുന്ന കുട്ടിയുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെ സ്ഥിരം താമസമാണ് കുടുംബം. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതോടെയാണ് ഷെജിൽ കുരുക്കിലാകുന്നത്. പോലീസിന് കിട്ടിയ ദൃശ്യത്തിലുണ്ടായിരുന്ന വെള്ള സ്വിഫ്റ്റ് കാറിന് സമാനമായ വാഹനം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അപകടമുണ്ടാക്കിയ കാറാണെന്ന് വ്യക്തമായത്. പിന്നീടാണ് പ്രതി ഷെജിലാണെന്ന് കണ്ടെത്തുന്നത്. അപകടം നടന്ന ശേഷം പിടിക്കപ്പെടുമെന്ന് കരുതി ഇയാൾ കാറിൽ രൂപമാറ്റം വരുത്തിയിരുന്നു. ഇടിച്ചിട്ട വാഹനം 10 മാസത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് പോലീസ് കണ്ടെത്തിയത്. KL 18R1846 എന്ന കാറാണ് കുട്ടിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയതെന്നും ഉടമയായ ഷെജിലാണ് കാർ ഓടിച്ചതെന്നും പോലീസ് ശാസ്ത്രീയമായി കണ്ടെത്തി. അപകടത്തിന് ശേഷം വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയ പ്രതി വിദേശത്തേക്ക് കടന്നു. പുറമേരി സ്വദേശിയാണ് ഷെജിൽ. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയത്. അപകടത്തിന് ശേഷം ഷെജിൽ ഇൻഷുറൻസ് ക്ലെയിം എടുത്തതാണ് കേസിൽ വഴിത്തിരിവായത്. മതിലിൽ ഇടിച്ച് കാർ തകർന്നെന്ന് പറഞ്ഞാണ് ഇൻഷുറൻസ് നേടിയത്. ഇൻഷുറൻസ് ക്ലെയിമിനും കേസെടുത്തിട്ടുണ്ട്. ചോറാട് അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. രാത്രി 9 മണിയോടെ ചോറോഡിലെ ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് വെള്ള നിറത്തിലുള്ള കാർ ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയത്. കാർ നിർത്താതെ പോയി. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബേബി മരിച്ചു. ദൃശ്യാന അബോധാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നെങ്കിലും തെളിവൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് അന്വേഷണം ഇടഞ്ഞു. ഇതോടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. തുടർന്നാണ് വീണ്ടും അന്വേഷണം ഊർജിതമായത്. അന്വേഷണത്തിന്റെ ഭാഗമായി 50,000 ഫോൺ കോളുകളും 19,000 വാഹനങ്ങളും പോലീസ് പരിശോധിച്ചു. വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. സർക്കാരിൽ നിന്ന് ഹൈക്കോടതി അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. എത്രയും പെട്ടെന്ന് കാർ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശവും നൽകുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് അന്വേഷണം കാര്യക്ഷമമായത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പൊരുതുകയാണ് ദൃഷാന എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞുമോൾ.